ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് 2025 പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളടുത്ത് പറയുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഓൾറെഡി നിങ്ങൾ പല വീഡിയോസിലും അതുപോലെ തന്നെ പല ടെലഗ്രാം ചാനലിലും ഒരു നോട്ടീസ് കറങ്ങി നടക്കുന്നത് കണ്ടു കാണും. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? RRB ജൂനിയർ എഞ്ചിനീയർ 2025 10,000 ഒഴിവുകൾ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഇതിനെ നോക്കി കാണാനായിട്ട് പോകുന്നത്. മാത്രമല്ല, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും, ആർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാൻ ആയിട്ട് പറ്റും. ഇനി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ടയർ 1 പരീക്ഷയ്ക്ക് ഏകദേശം എത്ര സമയം കിട്ടും, എത്ര സമയം കൊണ്ട് നമ്മുടെ ഈ മൊത്തം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടു കാണാൻ സാധ്യതയുള്ള നോട്ടീസ് ഇതായി കാണുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, IRTSA എന്ന് പറയുന്ന ഒരു സംഘടന റെയിൽവേ ബോർഡിൻ്റെ മുൻപാകെ കൊടുത്തിട്ടുള്ള ഒരു മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ ബോർഡ് ഇറക്കിയിട്ടുള്ള ഒരു നോട്ടീസാണ് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് അവകാശപ്പെടുന്നത് ഈ സംഘടന തന്നെയാണ്. IRTSA എന്ന് പറയുന്നത് ഈ റെയിൽവേ എംപ്ലോയീസ് ഗ്രൂപ്പ് C കാറ്റഗറിയിലുള്ള റെയിൽവേ എംപ്ലോയീസിൻ്റെ ഒരു അസോസിയേഷനാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയർമാരുടെ ഒക്കെ ഒരു അസോസിയേഷനാണ്. അവർക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു മന്ത്ലി വീക്ക്ലി ജേണലൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒഴിവുകൾ കൂടുതൽ വേണമെന്നും അതിൻ്റെ ആവശ്യകത, വർക്ക് എങ്ങനെയൊക്കെയാണ് എവിടേക്കാണ് പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വെച്ചുകൊണ്ട് അവരൊരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ ഒരു നോട്ടീസ് ഇറക്കിയിരുന്നു. പക്ഷേ റെയിൽവേ ഇറക്കിയിട്ടുള്ള നോട്ടീസിൽ നമുക്ക് വ്യക്തമായിട്ട് ഇതിനകത്ത് എവിടെയും 10,000 ഒഴിവുകൾ എന്ന് പറയുന്നില്ല. റെയിൽവേയുടെ നോട്ടീസിനകത്ത് പറയുന്നില്ല. ഈ പറയുന്ന സംഘടന വെച്ചിട്ടുള്ള മെമ്മോറാണ്ടത്തിലാണ് 10,000 ഒഴിവുകൾ പറയുന്നത്. റെയിൽവേ അതിന് ബദലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാരണം കൊണ്ട് റെയിൽവേ ഇറക്കിയിട്ടുള്ള നോട്ടീസിൽ വേക്കൻസി കൂട്ടാൻ സാധ്യതയുണ്ട്, അതിനുള്ള പ്രൊപ്പോസൽ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റെയിൽവേ 10,000 ഒഴിവുകൾ എന്ന് വ്യക്തമായിട്ട് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഈ കാണുന്ന ദ പാർട്ട് ഓഫ് IRTSA മെമ്മോറാണ്ടം ടു കാഡർ റീസ്ട്രക്ചർ കമ്മിറ്റി ഡിമാൻഡിങ് അഡീഷണൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എഡീഷൻ ഓഫ് 10,000 പോസ്റ്റ് അറ്റ് ദ ലെവൽ ഓഫ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് 10,000 ഒഴിവുകൾ വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ 10,000 ഒഴിവുകൾ ഇനി 10,000 ഒഴിവുകൾ ഈ സംഘടന അസോസിയേഷൻ പറയുന്ന പ്രകാരം തന്നെ റെയിൽവേ ബോർഡ് സമ്മതിച്ചാൽ ഈ 10,000 ഒഴിവുകൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതിനകത്ത് പ്രൊമോഷൻ പോസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതി കിട്ടുന്ന പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് ടെക്നീഷ്യൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവം എന്നൊക്കെ അവർ വ്യക്തമായിട്ട് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഈ സംഘടന തന്നെ പറയുന്നുണ്ട് ക്വാളിഫൈഡ് ടെക്നീഷ്യൻസിന് വേണ്ടിയിട്ട് കൂടിയാണ്. ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ലെവൽ 5 പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഉണ്ട്, ലെവൽ 2 പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഉണ്ട്. അപ്പോൾ അവർക്കുള്ള പ്രൊമോഷൻ പോസ്റ്റ് കൂടിയാണ് എന്ത് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വേക്കൻസി കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇവർ ഈ 10,000 പോസ്റ്റുകൾ പുതിയതായിട്ട് വേണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് മുന്നേയും ഈ സംഘടന പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ ജൂൺ മാസത്തിൽ അവരുടെ ജേണലിനകത്ത് അവർ കൊടുത്തിട്ടുള്ള ഒരു മെമ്മോറാണ്ടം അല്ലെങ്കിൽ അവരുടെ ഒരു ഇതാണ് ആഡിങ് അപ്രോക്സിമേറ്റ്ലി 10,000 പോസ്റ്റ് അറ്റ് ദ ലെവൽ ഓഫ് ജൂനിയർ എഞ്ചിനീയർ ആൻഡ് SSC സീനിയർ സെക്ഷൻ എഞ്ചിനീയർ. ഇതാണ് ലെവൽ 7 പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ലെവൽ 6 പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെവൽ 6 പോസ്റ്റിലെയും ലെവൽ 7 പോസ്റ്റിൽ SSC പോസ്റ്റും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് 10,000 ഒഴിവ് പറയുന്നത്. അതിനകത്ത് തന്നെ പ്രൊമോഷൻ പോസ്റ്റുകളുണ്ട്, അതിനകത്ത് തന്നെ ഓപ്പൺ പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. ലെവൽ 7 ഇതുവരെ അങ്ങനെ ഓപ്പൺ കാറ്റഗറിയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഒരു തവണ മാത്രമാണ് RRB നടത്തിയിട്ടുള്ളത്. ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് നമുക്കറിയാവുന്നതാണ്. ഇതിന് മുന്നേ 18 നടത്തിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ട്, ഈ വർഷം എന്തായാലും നടത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിവേ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്താണ്? 10,000 ഒഴിവുകൾ ഇല്ല എന്നുണ്ടെങ്കിലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഒഴിവുകളോടുകൂടി തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? എപ്പോൾ വരും, എന്ന് വരും, എത്ര സമയം നിങ്ങൾക്ക് കിട്ടും, നമുക്ക് കാണാം. അതിന് മുന്നേ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അതിന് എക്സാമിനെ പറ്റി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ എക്സാമിനെ പറ്റി ആദ്യമായിട്ടാണ് നിങ്ങൾ അറിയുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, 3 ഇയർ ഡിപ്ലോമ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ, അതുപോലെ തന്നെ BTech ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും പറയുന്നത്. നിങ്ങളുടെ പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ആണെന്നുണ്ടെങ്കിൽ, ഈ പ്രായപരിധിയിലുള്ള ജനറൽക്കാരാണെന്നുണ്ടെങ്കിൽ, ഇനി 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള 36 വയസ്സ് വരെയുള്ള OBC-കാരാണെന്നുണ്ടെങ്കിൽ, 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള SC/ST-കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയറിന് പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. എന്താണ് ഞാൻ പറഞ്ഞത്? 3 ഇയർ ഡിപ്ലോമ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം, BTech നിങ്ങളുടെ കൈവശം, 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ BTech നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം,
നിങ്ങളുടെ പ്രായപരിധി ഓപ്പൺ കാറ്റഗറിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ, OBC ആണെന്നുണ്ടെങ്കിൽ 3 വയസ്സും കൂടെ റിലാക്സേഷൻ കൂട്ടി 18 തൊട്ട് 36 വയസ്സാണെന്നുണ്ടെങ്കിൽ, SC/ST ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് തൊട്ട് 5 വർഷം കൂടെ റിലാക്സേഷൻ കൂട്ടി 38 വയസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. അതിനകത്ത് 2 ടയറുകൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ടയർ എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറാണ്. രണ്ടാമത്തെ ടയറിനകത്താണ് റാങ്ക് മേക്കിംഗ്. ഇതാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ആൻഡ് ഇതിനകത്താണ് ആസ് പെർ 2024 നോട്ടിഫിക്കേഷൻ, 2024 തൊട്ട് മുന്നത്തെ വർഷം നടത്തിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിനകത്താണ് നമ്മൾ എന്തുണ്ടായിരിക്കുക, നിങ്ങളുടെ ടെക്നിക്കൽ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ ടയറിൽ എന്തായിരിക്കും, നോൺ ടെക്നിക്കൽ സബ്ജക്റ്റുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ സബ്ജക്റ്റുകൾക്കും ടെക്നിക്കൽ സബ്ജക്റ്റുകൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പരീക്ഷയാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറഞ്ഞാൽ. ഈ 2 എക്സാമിന് ശേഷം, ഇതാണ് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞു. ഈ രണ്ടാമത്തെ എക്സാമിന് ശേഷം നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് DV ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ആദ്യം നടക്കുക. അതിനുശേഷം നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷന് വിടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. ഈ ഓരോ സ്റ്റേജും എങ്ങനെയാണെന്നും ഓരോ സ്റ്റേജിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി 2024 നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. 2025 നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും നമ്മൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും, നിങ്ങൾ ഏത് പോസ്റ്റിൽ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ പോസ്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യണം തൊട്ട് നിങ്ങൾ ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് വരെ, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു തന്നു മാത്രം. നിങ്ങളൊരു ഔട്ട്ലൈൻ ആയിട്ട് ഇത് ഓർത്ത് മനസ്സിൽ വെക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനി വരുന്ന മുറയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, എക്സാമിൻ്റെ സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ സബ്ജക്റ്റും നോൺ ടെക്നിക്കൽ സബ്ജക്റ്റും ഉണ്ട്. ടെക്നിക്കൽ സിലബസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. ഈ കാണുന്ന A to D വരെയുള്ള ഭാഗമാണ് നമ്മുടെ ടയർ 1ൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടയർ 1ൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഈ A to D എന്ന് പറയുന്ന ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതാണ് CBT 2ൻ്റെ നോൺ ടെക്നിക്കലിൻ്റെ സിലബസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ സബ്ജക്റ്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. കാരണം ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെക്കാനിക്കൽ വരും, സിവിൽ വരും, ഇലക്ട്രിക്കൽ വരും, ഇലക്ട്രോണിക്സ് വരും, അല്ലെ, കമ്പ്യൂട്ടർ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് വരും. അപ്പോൾ ടെക്നിക്കൽ കാണിക്കാൻ പറഞ്ഞാൽ അത്രയും ഡിവിഷൻസ് കാണിക്കേണ്ടി വരും. ഞാൻ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആൻഡ് ടയർ 1 നിങ്ങൾ കടന്നാൽ നിങ്ങൾ ടയർ 2നെ പറ്റിയിട്ടോ ടെക്നിക്കലിനെ പറ്റിയിട്ടോ ആലോചിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ടയർ 1 എന്ന് പറയുന്നതിനകത്ത് മാത്സ്, റീസണിങ്, GK, ജനറൽ സയൻസ്, ഈ 4 വിഷയങ്ങളാണുള്ളത്. 100 മാർക്കിനായിരിക്കും നിങ്ങളുടെ പരീക്ഷ. 90 മിനിറ്റിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. -1/3 ആയിരിക്കും നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും കുട്ടികൾക്കുള്ള സംശയമാണ് നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്ന്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നുള്ളത്. നമുക്കതിൻ്റെ ഒരു ടൈം ലൈൻ നോക്കിയാലോ. ഇപ്പോൾ നിലവിൽ 2025 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. 01/2025 RRBയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയം ഏപ്രിൽ 2025. ഓക്കെ, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ 02/2025. ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയം എന്ന് പറയുന്നത് ജൂൺ മാസമാണ്. ഇത് ടെക്നീഷ്യൻ എക്സാമിൻ്റെയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3യും ഇതിനകത്ത് പെടുന്നുണ്ട്. ഈ എക്സാം വന്നത് ജൂൺ 2025. ഓക്കെ, ടെക്നീഷ്യൻ എക്സാം. ഇനി 03/2025 ഇതാണ് നമ്മുടെ മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് പാരാമെഡിക്കൽ കാറ്റഗറിയുടെയാണ്. പാരാമെഡിക്കൽ കാറ്റഗറി. ഈ നോട്ടിഫിക്കേഷൻ വന്നത് ഓഗസ്റ്റ് അവസാനമാണ്, അല്ല ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഈ മാസം വന്ന നോട്ടിഫിക്കേഷൻ 2025. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് 04/2025. 03 കഴിഞ്ഞ വട്ടം JEയുടെ നോട്ടിഫിക്കേഷൻ നമ്പർ ആയിരുന്നു. 03 കിട്ടാതെ ഇപ്പോൾ നമ്മൾ വിചാരിച്ചു 04 ആയിരിക്കുമെന്ന്. പക്ഷേ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് 04 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റിനാണ്. സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റിനാണ് ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത് സെപ്റ്റംബർ 2025, പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം 15-നോടകം വരും എന്നാണ് നമ്മൾ പറയാനായിട്ട് സാധിച്ചത്. അങ്ങനെയെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ എന്തായിരിക്കും? JE ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം JEയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഓൾറെഡി 2024 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 05/2025 ആയിരിക്കും നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കണക്ക് വെച്ച് ആ നോട്ടിഫിക്കേഷൻ എന്ന് വരാനാണ് സാധ്യത? മോസ്റ്റ് പ്രോബബ്ലി സെപ്റ്റംബർ അവസാനം, സെപ്റ്റംബർ ലാസ്റ്റ്, അല്ലെങ്കിൽ ഒക്ടോബർ.
അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ മോസ്റ്റ് പ്രോബബ്ലി സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബറിൽ വരാനാണ് സാധ്യത. ഇതാണ് നമ്മുടെ ഇത്തവണത്തെ RRB കലണ്ടറിൽ പുറത്ത് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ആദ്യത്തെ 3 എണ്ണം. അടുത്ത വരാനിരിക്കുന്ന സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ആയിരിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ ലാസ്റ്റിലോ ഒക്ടോബറിലോ ആവാനാണ് സാധ്യത. ഇനി നോട്ടിഫിക്കേഷൻ വന്നാൽ എത്ര ദിവസത്തിനുള്ളിലാണ് CVT 1? കഴിഞ്ഞ തവണ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈ മാസത്തിലായിരുന്നു. ഫസ്റ്റത്തെ ടയർ എക്സാം കണ്ടക്ട് ചെയ്തത് ഡിസംബർ മാസത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന് 12-ാം മാസത്തിൽ എക്സാം. നിങ്ങൾക്ക് കൈവശം ഏകദേശം 5 മാസം കിട്ടി. നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ലെങ്കിലും ചുരുങ്ങിയത് ഒരു 100 ദിവസം നിങ്ങൾക്ക് എന്തായാലും CVT 1 കിട്ടും. കാരണം നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം, ടെക്നീഷ്യൻ പരീക്ഷ, പാരാമെഡിക്കൽ എക്സാം, സെക്ഷൻ കൺട്രോളറിൻ്റെ പരീക്ഷ 4 നോട്ടിഫിക്കേഷൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഈ പരീക്ഷകൾ ഇതേ ക്രമത്തിലായിരിക്കും മിക്കവാറും കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RRB കണ്ടക്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 100 ദിവസം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നോട്ടിഫിക്കേഷൻ വന്നാലും. അപ്പോൾ പഠിക്കാനുള്ള സമയമുണ്ട്, പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഇത്തവണ തന്നെ ജോലി നേടാനുള്ള സാഹചര്യമുണ്ട്. ഇനി മാക്സിമം എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും, മൊത്തം എത്ര സമയം കൊണ്ടാണ് ഈ പ്രോസസ്സ് തീരുന്നത്? കഴിഞ്ഞ വർഷത്തെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതാണ്, ഇപ്പം RRB നമ്മുടെ ബാംഗ്ലൂരിലും RRB ചെന്നൈയിലും നമ്മുടെ മെഡിക്കൽ ആൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസത്തിലാണ് കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്നത്. ഇതേതാ മാസം? ഓഗസ്റ്റ് മാസം. എന്ന് പറഞ്ഞാൽ 1 വർഷം. അതിനിടയിൽ ഒരു ഷിഫ്റ്റ് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രശ്നം വന്നതുകൊണ്ട് കുറച്ച് ലാഗ് വന്നു എന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 1 വർഷത്തിനകത്ത് തന്നെ നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് തീരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നതിൻ്റെ ഒരു റിയാലിറ്റി. വാക്കൻസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സാമിൻ്റെ പാറ്റേൺ, എക്സാം എന്ന് നോട്ടിഫിക്കേഷൻ വരും, എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ബാച്ചസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോൺ ടെക്നിക്കൽ, അതായത് ടയർ 1 വേണ്ട നോൺ ടെക്നിക്കൽ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ടുള്ളൊരു ബാച്ച് നമ്മുടെ കയ്യിലുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ടെക്നിക്കലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇനി കോംപ്രിഹെൻസീവായിട്ട് ടെക്നിക്കലും നോൺ ടെക്നിക്കലും വേണമെന്നുണ്ടെങ്കിൽ അതിന് 2 ബാച്ചസ്, ഇലക്ട്രോണിക്സിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും ബാച്ചസ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ടെക്നിക്കൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ഇലക്ട്രോണിക്സും ടെക്നിക്കൽ ഇലക്ട്രിക്കലിൻ്റെ ബാച്ചസും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് അയക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.